നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ Zee5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരി, നീ ആ ഭാനുമതി അമ്മ എവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ അവർക്ക് കഞ്ഞി കൊടുക്കാൻ ഹോട്ടലിൽ പോയതായിരുന്നു. അവിടെ എങ്ങും കാണാനില്ല. ഇനി വീടിനകത്തെങ്ങാനും. അതിന് വീട്ടിൽ കയറാൻ ശ്യാമ സമ്മതിച്ചിട്ട് വേണ്ടേ? ശാരദാമ്മേ, ഇപ്പൊ ചെന്നാ നിങ്ങക്ക് കൈയോടെ പിടികൂടാം. ആരെ? ആ ഭൂലോക കള്ളിയില്ലേ, ഇവിടെ ശാരദാമ്മ നിർത്തിയിരുന്ന ആ തള്ള. അവര് തന്നെ ശാരദാമ്മേ ആ 8000 രൂപ കട്ടത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ശ്യാമമോള് വന്നു കഴിഞ്ഞിട്ട് മോഷണമാണോന്ന് ഉറപ്പിക്കാന്നല്ലേ ശാരദാമ്മ പറഞ്ഞിരുന്നത്. ശ്യാമമോള് വന്നിട്ട് പണം എടുത്തില്ലെന്ന് പറഞ്ഞതോടെ അവര് പെട്ടു. കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ പരിങ്ങി നിൽക്കുന്നത് ഞാൻ ശാന്തി കണ്ടതാ. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ആളെ കാണാനില്ല. ഇവിടെങ്ങാനും കാണുമെന്ന് കരുതി ഞങ്ങൾ അതത്ര കാര്യമാക്കിയതുമില്ല. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി നോക്കുമ്പോ പഴവീട് അമ്പലത്തിന്റെ ഭജനപുരയിലിരിക്കുന്നു. ഉറപ്പായിട്ടും അവര് കട്ടിട്ട് സ്ഥലം വിട്ടതാ ശാരദാമ്മേ. അല്ലെങ്കിൽ അവരെന്തിനാ മുങ്ങിയത്? അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ചെന്ന കൈയോടെ പിടിക്കാന്ന്. അവരിവിടുന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ടുണ്ടോന്ന് നോക്കിയാൽ നന്നായിരിക്കും. അമ്മ, പണം മോഷ്ടിച്ചത് ഭാനുമതി അമ്മയല്ല. പിന്നെ ആരാണെന്ന മോള് പറയുന്നേ? നീ പറയ്, ആരാത്? ഇടി പറയാൻ, ആരാന്ന്? അത് ശാരിമോള് നേരെ വാ നേരെ പോന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തോന്നുന്നതാ. ഒന്ന് കരഞ്ഞു കാണിച്ച മോളുടെ മനസ്സലിയും. ശാരദാമ്മ എന്റെ കൂടെ വാ, നമുക്ക് കൈയോടെ പിടിക്കാം. രാജു പോ. വാ ശാരദാമ്മേ. രാജിയോട് പോവാനല്ലേ പറഞ്ഞത്? പോ. സത്യം പറ, നിനക്ക് എന്തിനാ ഇപ്പൊ കാശ്? അമ്മ സംശയിച്ചത് തന്നെയാ. എനിക്ക് മരുന്ന് വാങ്ങണം. അയ്യോ മോളെ, എനിക്കതില്ലാതെ പറ്റില്ലമ്മേ. ഞാൻ ചത്തുപോകുമേ. ഡൗൺലോഡ് ചെയ്യൂ Zee5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.